അഞ്ചാമതായിട്ട് ദൈവത്തിൻ്റെ വചനം എന്നെ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സൽപ്രവർത്തികൾക്കു വേണ്ടി എന്നെ നിങ്ങളെ സജ്ജരാക്കും. അപ്പോസ്തലനായ പൗലോസ് അപ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. നീ ബാല്യം മുതൽ പഠിച്ചു, നീ ബാല്യം മുതൽ അറിഞ്ഞു. നീ ആ പഠിച്ചതിലും അറിഞ്ഞതിലുമെല്ലാം നീ എന്ത് ചെയ്യണം? നല്ല ഉറപ്പുള്ളവരായിട്ട് നിലനിൽക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? തിമോത്തിയോസിനെ പൗലോസാണ് വളർത്തിയെടുത്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം ചെറുപ്പത്തിലെ പഠിപ്പിച്ചെങ്കിലും രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടതൊക്കെ പൗലോസ് മുഖാന്തരമാണ്. അതുകൊണ്ടാണ് നിജപുത്രൻ, പൗലോസിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, മകൻ എന്നുള്ളൊരു ഇതിലേക്ക് ആത്മീയ സന്തതി തിമോത്തിയോസ്. ആ തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. മതി. എന്താ വിളിച്ചത്? ദൈവത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്. നമ്മളിപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ആരാന്നാ പറയുന്നത്? ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ വളർന്നിട്ടില്ലേ? ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാ, നീ രക്ഷിക്കപ്പെട്ട നാളിൽ നീ ഒരു ചൈൽഡ് ഓഫ് ഗോഡായി. പക്ഷെ ഇപ്പോഴോ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ, വക പ്രാപിച്ച് തികഞ്ഞവൻ. ആലോചിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നാൽ, കോള് വന്നാൽ, തിരമാലകൾ വന്നാൽ കുലുങ്ങത്തില്ലെന്നേ. കൊച്ചു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? എന്നെ ഇളക്കാൻ പറ്റത്തില്ല. കൊച്ചു കാര്യങ്ങൾക്ക് എന്നെ കുലുക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്?